വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ച് ഒരവധിയിലേക്ക് നമ്മുടെ മക്കളൊക്കെ പ്രവേശിച്ചിരിക്കുന്ന സാഹചര്യമാണ്. പ്രൈമറി തലം മുതൽ സെക്കൻഡറി സ്കൂളുകളിലെല്ലാം അവധിക്കാലം തുടങ്ങിക്കഴിഞ്ഞു. ഇനി രക്ഷിതാക്കൾക്ക് പലപ്പോഴും ആശങ്കകളും ആധികളുമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അവധിക്കാലം അത് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്കും വളരെ ഉപകാരപ്രദവും അവരുടെ ഭാവി നിർണയത്തിൽ അത് വലിയ ഭാഗധേയത്വം നിർവഹിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. അവധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ നാം വീക്ഷിക്കുമ്പോൾ നമുക്ക് അവധിയില്ല. നമ്മുടെ അവധി ബർസഖി ലോകത്ത് വെച്ചാണ്, മരണശേഷം ഖബറിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആസ്വദിക്കുന്നത്. അതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ടായിരുന്നു, വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർർ. അപ്പോൾ ബർസഖിയായ ലോകത്ത് വെച്ചാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അവധി കിടക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ നിരന്തരം ഒരു കർമ്മം ചെയ്താൽ മറ്റൊരു കർമ്മത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഫഇദാ ഫറഗ്ത ഫൻസബ്. ഒന്നിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുമ്പോൾ, ഒരു കാര്യം നിങ്ങൾ വിരാമം കുറിക്കുമ്പോൾ മറ്റൊരു കാര്യത്തിൽ വ്യാപൃതരാവണം എന്നാണ്. ഫർദ് നിസ്കാരം കഴിയുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളിലേക്കും, ഫർദ് നോമ്പ് കഴിയുമ്പോൾ സുന്നത്തായ നോമ്പിലേക്കും, ഒരാഴ്ചയിലെ അതിപ്രധാനമായ ആരാധനാ കർമ്മമായ ഈ ജുമുഅ നിർവഹണം അത് കഴിഞ്ഞാൽ പിന്നീട് പറയുന്നു ഖുർആൻ, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാ. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഫദ്ൽ അന്വേഷിച്ചുകൊണ്ട്, ഔദാര്യം അന്വേഷിച്ച്, കച്ചവടവും മറ്റുമൊക്കെയായി നിരന്തരം സക്രിയരായി, നിരന്തരം ആക്റ്റീവായി പ്രവർത്തിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അത് തന്നെയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളും അവിടെ നിന്ന് പറഞ്ഞത്. അൽ മുഅ്മിനുൽ ഖവിയ്യു അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. പാസീവായി നിഷ്ക്രിയനായി കിടക്കുന്ന മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം നല്ല ആക്റ്റീവായി പ്രവർത്തന ക്ഷമതയോടുകൂടെ എല്ലാത്തിലും ഇടപെട്ട് തന്റെ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുന്നവനാണ്, അവനെയാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ സമയങ്ങൾക്ക് വിരാമമില്ല. സമയത്തിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൊടുക്കുന്നത്. ആ സമയം കൃത്യമായി വിനിയോഗിക്കുകയും നാളെ ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കി വെക്കേണ്ടത്. ലാ തസൂലു ഖദമ ബിനി ആദമ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഖംസ്. തങ്ങൾ അവിടുന്ന് പറയാൻ 5 കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ വിവരണം നൽകിയിട്ടില്ലാതെ നാളെയുടെ ലോകത്ത് ഒരടി മുന്നോട്ട് വെക്കാൻ അല്ലാഹു നമുക്ക് അവകാശം തരില്ല. അതിലൊരു കാര്യം തന്റെ ആയുഷ്കാലം അതെവിടെയാണ് വിനിയോഗിച്ചത്, എങ്ങനെയാണ് അവൻ ആ ആയുഷ്കാലത്തെ വിനിയോഗിച്ചത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ രേഖ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കാതെ ഒരടി കാൽ മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാനുള്ളതല്ല. അപ്പൊ ഒന്നിൽ നിന്നും അവധിയെടുത്ത് വെറുതെ കളയാനുള്ളതല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറു മിനൻ നാസ്. പല ആളുകളും വഞ്ചിതരായി പോകുന്ന 2 അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒന്ന് അസ്ഹത്തു, നിങ്ങളുടെ ആരോഗ്യമാണ്. ആരോഗ്യകാലത്ത് പലപ്പോഴും നമ്മിൽ പലരും ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കുകയില്ല. ആരോഗ്യം ക്ഷയിച്ചതിന് ശേഷമായിരിക്കും പല സന്ദർഭങ്ങളിലും പലരും പള്ളിയിലേക്ക് കയറി വരുന്നത്. പലപ്പോഴും ഹജ്ജിന് പോകുന്ന സീസണുകളിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, കുറേ പ്രായമായ ആളുകളെ ആയിരിക്കും ഹജ്ജിന് പോകുന്നതായി കാണുന്നത്. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്നത് പ്രായമായാൽ ചെയ്യേണ്ട ഒരു വിഷയമല്ല.
നമുക്ക് പ്രായപൂർത്തിയായി അവിടേക്ക് എത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളുണ്ടെങ്കിൽ ആരോഗ്യകാലത്ത് ചെയ്യുമ്പോഴാണ് ആ ഹജ്ജിന്റെ പൂർണ്ണമായ കർമ്മങ്ങളൊക്കെ കൃത്യമായി നമുക്ക് വളരെ മനസാന്നിധ്യത്തോടുകൂടെ നല്ല നിലയിൽ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ മുത്തനബി പറഞ്ഞതൊന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവധിക്കാലം എന്ന് പറഞ്ഞ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടച്ചു വെക്കുമ്പോൾ കുട്ടികളെ മുഴുവനായും ഗെയിമുകളിലേക്കും മൊബൈലുകളിലേക്കും വിനോദങ്ങളിലേക്കും കളിച്ചിരി തമാശകളിലേക്കും തള്ളിവിടുന്നതിന് പകരം കുറെ ക്രിയാത്മകമായ ഇടപെടലുകൾ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നാം ഖേദിക്കേണ്ട സമയം വരും എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മരണസമയത്ത് ഒരു മനുഷ്യൻ മലക്കിനോട് പറയുന്നത്, റബ്ബിനോട് ആവശ്യപ്പെടുന്നത്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം എന്റെ ആയുഷ്കാലം നീട്ടി തന്നിരുന്നുവെങ്കിൽ ഞാൻ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാൻ നന്മ ചെയ്ത് നിന്നിലേക്ക് അടുത്ത് വിജയിച്ചവരുടെ സുഹൃതങ്ങൾ ചെയ്തവരുടെ കൂട്ടത്തിൽ പെടാമെന്ന് അല്ലാഹുവോട് ആവശ്യപ്പെടുമെന്ന് ഖുർആൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളെ നമ്മൾ വിനിയോഗിക്കാതെ ആ സമയത്ത് കാലിട്ടടിച്ചത് കൊണ്ടോ വാവിട്ട് കരഞ്ഞതുകൊണ്ടോ ഒരു കാര്യവും ഉണ്ടാവുകയില്ല. മറ്റൊരവസരം പറയുന്നത് നാളെയുടെ ലോകത്തെ അദാബുകളൊക്കെ ഇങ്ങനെ കൺമുന്നിൽ കാണുന്ന സമയത്ത് ലൗ അന്നലി ഖർറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, give me a chance again, എനിക്ക് ഒരു ചാൻസ്, ഒരൊറ്റ ചാൻസ് കൂടി തരികയാണെങ്കിൽ ഞാൻ അല്ലാഹുവേ നന്നാവാമെന്ന് പടച്ച റബ്ബിനോട് പറയുന്നത്. പക്ഷെ ഒരു കാര്യവുമില്ല, ഇനി ഒരു ചാൻസ് നമുക്ക് ഭൂമിലോകത്തേക്ക് മടക്കിയിട്ട് നന്നാവാനുള്ള ഒരു അവസരം അല്ലാഹു തരില്ല. ഒരാൾക്കൊരു ജീവിതം മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തിന്റെ ആയുഷ്കാലം അതവൻ കൃത്യമായി വിനിയോഗിക്കണമെന്നാണ്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമയത്തിന് മൂല്യമുണ്ട്. സമയം വളരെ അമൂല്യമായതാണ്. അതൊരിക്കലും വേസ്റ്റ് ആക്കാനുള്ളതല്ല. അവധിക്കാലം എന്ന് പറഞ്ഞ് അടിച്ചു പൊളിക്കാനോ അതല്ലെങ്കിൽ വെറും കളി തമാശകൾക്ക് മാത്രമായി നമ്മുടെ കുഞ്ഞുമക്കളെ മാറ്റി നിർത്താനോ അല്ല ഈ അവധിക്കാലം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന നല്ല ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. സമയത്തിന്റെ വില അവൻ പഠിക്കണം. വളർന്നു വരുന്ന കുട്ടികൾ സമയത്തിന്റെ മൂല്യമുണ്ട് എന്നും അതിന് വിലമതിക്കാത്തതാണെന്നും അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് നാളെ ആഖിറത്തിലേക്ക് അടക്കം വിനിയോഗിക്കപ്പെടാനുള്ളതാണ്, ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നുമുള്ള ഒരു ബോധം അത് നമ്മുടെ കുട്ടികളിലേക്ക് നൽകുക എന്നാണ് ആദ്യമായി രക്ഷിതാക്കളാകുന്ന നാം അവർക്ക് നൽകേണ്ട പാഠം. മറ്റൊന്ന്, അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ പല വീടുകളിലും പ്രയാസപ്പെടുന്ന ഒരു വിഷയം മൊബൈൽ അഡിക്ഷനായിരിക്കും. കാരണം എന്താണ്? വീടുകളിലൊക്കെ അംഗസംഖ്യ ഉള്ളതിനേക്കാൾ ഡബിൾ മൊബൈലുകളായിരിക്കും. ഓരോ വീട്ടിലും ഓരോരുത്തർക്ക് 2 മൊബൈൽ വീതമായിരിക്കും പല വീടുകളിലും ഉണ്ടാകുക. അപ്പൊ പലപ്പോഴും ഒരു മൊബൈൽ ഉപയോഗശൂന്യമായി കിടക്കുകയോ അതല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കപ്പെടാതെ അവിടെ കിടക്കുകയോ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിന് അഡിക്റ്റുകളായി മാറി. വാപ്പയുടെയും ഉമ്മയുടെയും പേഴ്സണൽ ഉപയോഗിക്കുന്ന മൊബൈൽ അവർക്ക് ലഭിച്ചില്ലെങ്കിലും വെറുതെ കിടക്കുന്ന മൊബൈലുകൾ എടുത്തുകൊണ്ട് അതിലവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും ഗെയിംസുകളും ഒക്കെ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് അവരതിന്റെ ആളുകളായി മാറിക്കൊണ്ടിരിക്കും. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഒന്ന്, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് വലിയ കാരണമാണ്. മറ്റൊന്ന്, അവർ യാഥാർത്ഥ്യ ലോകത്ത് നിന്ന് അവർ വ്യതിചലിച്ച് സഞ്ചരിക്കുകയും അയാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് അവർ എത്തിപ്പെടുകയും അവരുടെ മൈൻഡ് തന്നെ, ബ്രെയിനിന് തന്നെ വലിയ ക്ഷതം സംഭവിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുകയാണ്. ഇന്ന് കുറ്റവാളികൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എന്താണ് അതിന്റെയൊക്കെ പിന്നിലുള്ള പ്രശ്നങ്ങൾ? എന്താണ്? ഈ കുട്ടികൾക്ക് മൊബൈൽ അഡിക്ഷൻ ആണ് എന്ന് ആധുനികമായ പഠനങ്ങൾ വേണ്ട നമ്മുടെ നാടുകളിൽ തന്നെ മൊബൈലുകൾ മാറ്റിവെച്ചതിന്റെ പേരിൽ നടന്ന എത്രയെത്ര കൊലപാതകങ്ങൾ അതല്ലെങ്കിൽ ആത്മഹത്യകൾ നമ്മുടെ നാടുകളിൽ നിന്ന് തന്നെ നമ്മൾ വായിച്ചവരല്ലേ, അനുഭവിച്ചവരല്ലേ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ. മൊബൈൽ അഡിക്ഷൻ എന്നത് വലിയൊരു കാര്യമാണ്. ആ മൊബൈൽ അഡിക്ഷൻ കുട്ടികൾക്ക് വരാൻ ഒരിക്കലും ഈ അവധിക്കാലം ഇടവരുത്തരുത് എന്നാണ് നാം ശ്രദ്ധിക്കേണ്ട വലിയ ഒരു പാഠം. സ്ക്രീൻ ടൈം കുറച്ചു കൊണ്ടുവരികയും തീരെ മൊബൈൽ കൊടുക്കരുത് എന്നല്ല ഇതിനർത്ഥം. അവരതിനെ കുറിച്ചൊന്നും അറിയാത്തവരായി ആധുനികമായ കാലഘട്ടത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന AI സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങളോ ഇതിനെ കുറിച്ചൊന്നും പരിചയപ്പെടുത്തുകയോ അറിയുകയോ ചെയ്യാതെ ഒരു അന്തർമുഖനായി വളർത്തണം, അന്തർമുഖിയായി നമ്മളെ മകളെ വളർത്തണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അഡിക്ഷനോടുകൂടെ
ആ മൊബൈലിൽ മാത്രം ഗെയിം കളിച്ച് ഒരു മദ്രസയിലെ ആകെ പോകാനുണ്ടാവുകയും ആ മദ്രസ വിട്ട് വന്നാൽ പിന്നെ മുഴുവനും മൊബൈലിന്റെ പിന്നിൽ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ വീടുകളിൽ പലപ്പോഴും ആദ്യകാലത്ത് സംജാതമാകാറുണ്ട്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് വരെ ഉത്തര കൊറിയയിലേക്ക് വണ്ടി കയറിയവരെ കുറിച്ച് നമ്മൾ ഇക്കഴിഞ്ഞ വർഷത്തിലാണ് വായിക്കാനിടയായത്. കേരളത്തിൽ നിന്ന് ഉത്തര കൊറിയയിൽ നിന്നുള്ള ഏതൊരു ട്രൂപ്പ് സംഘത്തിന്റെ പാട്ടുകളും മറ്റും ആസ്വദിച്ചുകൊണ്ട് ഇന്ന് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ പിന്നാലെ പോവുകയാണ്. ആ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയ വാർത്ത ഈ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചില്ല. മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ തൂങ്ങി മരിച്ച സംഭവം, എത്ര സംഭവങ്ങളാണ്, ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പൊ മൊബൈൽ അഡിക്ഷൻ എന്നത് വളരെ പ്രാധാന്യത്തോടുകൂടെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒഴിവ് സമയങ്ങളിൽ അതിൽ നിന്ന് അവരെ മാറ്റി പറിച്ചു നടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതിനൊരു പ്രതിക്രിയയായിക്കൊണ്ട്, അതല്ലെങ്കിൽ അതിനൊരു പരിഹാരമായിക്കൊണ്ട്, പ്രതിവിധിയായിക്കൊണ്ട് മറ്റെന്തെങ്കിലും നൽകാൻ നമുക്ക് കഴിയും. അതിലൊന്ന് പ്രധാനമായും അവർ നമ്മുടെ പുറം പ്രകൃതികളൊക്കെ ആസ്വദിക്കുന്നവരാക്കി മാറ്റാം എന്നതാണ്. അവർ പുറത്തുള്ള കാഴ്ചകൾ കാണുന്നു. അവർ നമ്മളുടെ വീടുകളിൽ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്ത് അതിലൊക്കെ ഒന്ന് ഭാഗവാക്കാക്കി പുറമേയുള്ള കളികളിൽ, ഔട്ട്ഡോർ ഗെയിമുകളിൽ അവർക്ക് പ്രാധാന്യം നൽകുക എന്നതാണ്. അല്ലെങ്കിലും വളർന്നു വരുന്ന കുട്ടികൾ മണ്ണുമായി ഇഴചേർന്നുകൊണ്ട് വളർന്നു വരണമെന്നാണ് ആധുനികമായ പഠനങ്ങളൊക്കെ പറയുന്നത്. ഇന്ന് മണ്ണുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് പ്രതിരോധ ശേഷി കുറയുന്നത് എന്നാണ്. ഒരു കുഞ്ഞിന് പനിയുണ്ടായാൽ തന്നെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുകയാണെന്ന്, അല്ലെ? ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ വരെ മാറുന്നതിന് വേണ്ടി വിവിധങ്ങളായ ഡോക്ടർമാരെ കൊണ്ട് നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക്. അതിനൊക്കെ ഒരു പ്രതിവിധിയായി അവർ മണ്ണുമായി നല്ല ബന്ധമുള്ള മക്കളാക്കി വളർത്തണം എന്നതാണ്. എന്ന് മാത്രമല്ല, അവർ ഓടിക്കളിച്ച് കിതച്ച് വിയർത്ത് വരണമെന്നാണ് യഥാർത്ഥത്തിൽ. പുറമേയുള്ള ഔട്ട്ഡോർ ഗെയിമുകൾക്ക് നല്ല പ്രാധാന്യം നൽകണം. അതുപോലെ തന്നെ അവർക്ക് നല്ല സോഫ്റ്റ് സ്കില്ലുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആരോഗ്യപരമായ, അവരുടെ ബുദ്ധിവികാസത്തിന് ആവശ്യമായ, ശാരീരികമായ ക്ഷമത വീണ്ടെടുക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം. അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. അല്ലിമു അബ്നാഅകും സിബാഹത വറമിയ. നബി തങ്ങൾ അവിടുന്ന് പറയാൻ, അല്ലിമു അബ്നാഅകും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, സിബാഹ, നീന്തൽ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വറമിയ, അമ്പെയ്ത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ അമ്പെയ്ത്ത് എന്നത് വലിയൊരു കലയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന കലകളുണ്ട്, ഇസ്ലാമികമായി നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന കലകൾ. ആ കലകളിലൊക്കെ പ്രാവീണ്യം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്കിൽ, അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലമായി നമ്മൾ അവധിക്കാലത്ത് മാറണം. അതുപോലെ തന്നെ വീടുകളിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെ കൂടെ അതിൽ ഭാഗവാക്കാക്കിക്കൊണ്ട് അവർക്ക് അതിൽ ഒരു ഭാഗവാക്കാൻ വേണ്ട ഒരു അവസരം നൽകണം. വീട് അടുക്കി വൃത്തിയാക്കുമ്പോൾ, വീട് നന്നായി വൃത്തിയാക്കുന്ന സമയത്തിലൊക്കെ അവർക്ക് വൃത്തി എന്ന ഒരു ബോധം അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. പലപ്പോഴും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ബാഗൊക്കെ എടുത്തിട്ട് ഒരു ഹെയറാണ് എങ്ങോട്ടെങ്കിലൊക്കെ വലിച്ചെറിയുന്ന ഒരവസ്ഥയാണ് നമ്മുടെ വീടുകളിലൊക്കെ കാണാറുള്ളത്. എന്തോ ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്നത് പോലെയാണ് സ്കൂളിൽ നിന്നൊക്കെ പലപ്പോഴും വരാറുള്ളത്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി വൃത്തി നമ്മുടെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാലയളവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ 2 മാസ കാലയളവിലുള്ള അവധിക്കാലം. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ കുട്ടികൾ അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. വീടുകളിൽ അവർ കഴിഞ്ഞിരുന്നപ്പോൾ, സ്കൂളുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അവർ എഴുന്നേറ്റിരുന്ന സമയം, അപ്പൊ പലപ്പോഴും നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഒരു അലസത അല്ലെങ്കിൽ അവധാനത വന്നു പോകുന്ന വിഷയമാണിത്. ഇപ്പൊ സ്കൂളുകളൊന്നും ഇല്ലല്ലോ, കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ മോനെ എന്ന്. അത് വലിയ അബദ്ധമാണ്. അങ്ങനെയല്ല, അവൻ നേരത്തെ തന്നെ എഴുന്നേൽക്കുകയും പഠിക്കുകയും അതല്ലെങ്കിൽ അവൻ എഴുതുകയൊക്കെ ചെയ്യാൻ വേണ്ടി നേരത്തെ സുബഹിക്ക് മുന്നേ എഴുന്നേൽക്കുന്നവരുണ്ടാവും. അവന് സ്കൂളൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോ അവൻ കിടക്കട്ടെ എന്നല്ല, അവൻ ആ സമയത്ത് എഴുന്നേൽക്കാൻ, അവന് തഹജ്ജുദ് നിസ്കരിപ്പിക്കാൻ, അവൻ ആത്മീയമായ നല്ല പുരോഗതികൾ കൊടുക്കാൻ അവനെന്ത് ചെയ്യണം? നാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വീടുകളിലുള്ള ജോലികളിലൊക്കെ ഭാഗവാക്കാവണം. പെൺകുട്ടികളെ പ്രത്യേകിച്ചും ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, കല്യാണം കഴിച്ചയച്ചാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഒരു കഞ്ഞി വെക്കാൻ പോലും കഴിയില്ല എന്നതാണ്, അല്ലെ? പലയിടങ്ങളിലും വരുന്ന ആക്ഷേപമാണ്.
അവൾക്ക് അവരുടേതൊന്നും അലക്കാൻ പോലും അറിയില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല. എന്തിനാണ് അവളെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങൾ നമ്മുടെ വീടുകളിൽ, അത് പിന്നെ കുടുംബ പ്രശ്നങ്ങളിലേക്ക്, പിന്നീട് പല ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്കും മടങ്ങുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്ന വിധത്തിൽ ഒരു സംവിധാനം ഈ 2 മാസക്കാലം നമ്മുടെ മുന്നിൽ അവരെ കിട്ടുന്ന അവസരത്തിൽ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ അവർ വളർന്നു വരും. നമ്മളൊക്കെ ജോലി ചെയ്യുന്നു, അതിന്റെ ക്ഷീണവും പ്രയാസവും എത്രയാണ് അനുഭവിക്കുന്നത്. വാപ്പയുടെ ക്ഷീണം, വാപ്പയുടെ പ്രയാസം, വാപ്പയുടെ ജോലി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കണം. മകനെയും കൂട്ടണം, ജോലിക്ക് പോകുന്ന അവസരത്തിൽ കൂട്ടാൻ പറ്റുന്നവർക്ക് പറ്റുന്നിടത്തേക്ക്. എന്നിട്ട് വാപ്പ അനുഭവിക്കുന്ന വേദനകൾ ഈ മകനെന്നറിയട്ടെ. ഇന്നിങ്ങനെ പണം ചോദിക്കുന്ന അവസരത്തിൽ ATM മെഷീനുകളായി വാപ്പ 100 ചോദിക്കുമ്പോൾ 200 എടുത്തു കൊടുക്കുന്നതുകൊണ്ട് മകന് ഒരു വിഷമവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. മകനെങ്ങനെ വാങ്ങിപ്പോകുന്നു. കിട്ടാതിരിക്കുമ്പോൾ അവൻ മറ്റു ഇടങ്ങൾ തേടുന്നു. ഇതല്ലേ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവൻ വാപ്പാടെ വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ അറിയുമ്പോൾ വാപ്പ ചൂട് കൊണ്ടുകൊണ്ടാണ്, പ്രയാസപ്പെട്ടുകൊണ്ടാണ്, ആട്ടും തോപ്പും അനുഭവിച്ചുകൊണ്ടാണ്, വാപ്പ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നറിയുമ്പോൾ ഒരു 100 രൂപ അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അതിന് അവന് വില അറിയും. എന്റെ വാപ്പ എനിക്ക് തന്ന 100 രൂപയിൽ നിന്ന് 50 രൂപ ചെലവാക്കിയിട്ട് 50 വാപ്പാടെ കയ്യിൽ തന്നെ കൊടുക്കണം എന്ന ഒരു മനസ്സിലേക്ക് മകൻ എത്തും. അതെത്തണമെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം, മക്കളുമായി ഒരു മിംഗ്ലിംഗ് ഈ 2 മാസക്കാലം നമുക്ക് കിട്ടുമ്പോൾ അതെല്ലാം അനുഭവിക്കാനുള്ള ഒരു അവസരം നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. മറ്റൊന്ന്, അവർക്ക് വായനയുടെ വാതായനങ്ങളെ തുറന്നു കൊടുക്കുന്ന, വായന മരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. മുഴു സമയവും എന്തുകൊണ്ടാണ് അവർ മൊബൈലിൽ അഡിക്റ്റായി കിടക്കുന്നത്? അവർക്ക് മറ്റൊന്നുമില്ല, മറ്റൊന്നും അവർക്ക് ഓപ്ഷനില്ല. അപ്പൊ അതർ ഓപ്ഷനായിക്കൊണ്ട് അവരെ കഥകളും അതുപോലെ കവിതകളും ഇസ്ലാമികമായ നല്ല വായിക്കാനുള്ള അറിവുകൾ നിറഞ്ഞ നല്ല നല്ല സരളവും സരസവുമായ പുസ്തകങ്ങൾ ധാരാളമുണ്ട്, ചരിത്ര കഥകളുണ്ട്. അതൊക്കെ വായിക്കാൻ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്ത്, അതിൽ ചോദ്യം ചോദിച്ച് സമ്മാനങ്ങൾ കൊടുത്ത്, അതിനെ റിവ്യൂ എഴുതിപ്പിച്ച് അവരെ എഴുത്തിന്റെ മേഖലയിലേക്ക് കൂടെ കൊണ്ടു ചേർക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കാലമാണ് യഥാർത്ഥത്തിൽ അവധിക്കാലം എന്ന് പറയുന്നത്. അവധിക്കാലം അവര് വെറുതെ ഇരിക്കാനല്ല, എന്നാൽ ഇതെല്ലാം അവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയാവരുത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവധി എന്ന് പറഞ്ഞ പേര് പിന്നീട് അവിടെ ട്യൂഷനും മറ്റുമൊന്നും അനുവദിക്കുകയില്ല എന്ന് സർക്കാർ തന്നെ പറയുന്നത്. അവരെ വീടിന്റെ അകത്തളങ്ങളിലിട്ട് പീഡിപ്പിക്കണമെന്നല്ല, ഇതെല്ലാം നാം അവരോട് ഒരു ഫ്രണ്ട്ലി ആയിക്കൊണ്ട് പെരുമാറി നേടിയെടുക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ആത്മീയമായ ജീവിതം ചിട്ടപ്പെടുത്തണം എന്നതാണ്. 10 മാസക്കാലം അവർ സ്കൂളുകളിൽ പോയിരുന്ന സമയത്ത് ട്യൂഷന്റെ പേര് പറഞ്ഞ്, സ്കൂളിന്റെ പേര് പറഞ്ഞ്, മറ്റു പല കാരണങ്ങളും പറഞ്ഞ് അവർക്ക് ഖുർആൻ പാരായണം കുറഞ്ഞു പോയിട്ടുണ്ട്. നിസ്കാരം പലപ്പോഴും മുറ പോലെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ വീണ്ടെടുത്തുകൊണ്ട് ജമാഅത്തായി നിസ്കരിപ്പിക്കാൻ, ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ, ചെറിയ ചെറിയ സൂറത്തുകൾ മനപ്പാടമാക്കി നേരത്തെ പഠിച്ചിരുന്ന സൂറത്തുകൾ അത് വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളെ കുട്ടികളെ കെയർ ചെയ്യണം. മാത്രമല്ല, മദ്രസ വിദ്യാഭ്യാസം തുറന്നു പ്രവർത്തിച്ചു തുടങ്ങി. നമ്മുടെ മദ്രസകളൊക്കെ തുറന്നു, പ്രവേശനോത്സവങ്ങളൊക്കെ കഴിഞ്ഞു. ആ മദ്രസകൾ സ്കൂളുള്ള സമയങ്ങളിൽ മദ്രസയിലേക്ക് വരുന്നത് തന്നെ നേരെ വൈകിയായി, എന്നാൽ പോകുന്നതോ നേരത്തെ ആയിരിക്കും. സ്കൂളിന്റെ പേര് പറഞ്ഞ് വളരെ തുച്ഛമായ സമയം മാത്രമാണ് അവിടെ കിട്ടുന്നത്. എന്നാൽ എൻ്റെ മകന് കൃത്യമായി ഒരു 2 മണിക്കൂറെങ്കിലും കിട്ടട്ടെ എന്ന് നേരത്തെ കൊണ്ടുവന്ന് അത് പൂർണ്ണമായി പഠിക്കാനുള്ള ഒരു സമയം അനുവദിച്ചുകൊണ്ട്, അതല്ലാതെ ടൂർ പോകാനും ഫുൾ ടൈം വിരുന്നു പോകാനും നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ മക്കൾക്ക് ആത്മീയമായ പഠനം നഷ്ടപ്പെടും. അവർക്ക് ആത്മീയമായി നമുക്ക് വീട്ടിൽ നിന്ന് പകർന്നു കൊടുക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും അവരെ ജമാഅത്തായി നിസ്കരിപ്പിച്ച് ദിക്റും സ്വലാത്തും ചൊല്ലിപ്പിച്ച് ആത്മീയമായ ഉണർവ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയമാണത്. പരമാവധി അവധിക്കാലത്ത് നമ്മൾ വീണ്ടെടുക്കണം. അതുപോലെ തന്നെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അതുണ്ടാക്കിയെടുക്കണം. കുട്ടികളുമായി നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. കുട്ടികൾ വളർന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് അഫെക്ഷൻ എന്നാണ് പറയുന്നത്. സ്നേഹം, നല്ല സ്നേഹം കൊടുക്കണം. അപ്പൊ വാപ്പയും ഉമ്മയുമായൊക്കെ നല്ല മിങ്കിളായിക്കൊണ്ട് പ്രവർത്തിക്കണം. കുട്ടികളാണ്, വികൃതികളൊക്കെ ഉണ്ടാകും. സ്കൂളിലാവുമ്പോൾ നമ്മൾ ആ പ്രയാസം അറിയുന്നില്ല. കുറേ സമയം സ്കൂളിൽ ചെലവഴിക്കുന്നത് കൊണ്ട് അവിടെ ആ വികൃതികളൊക്കെ അങ്ങനെ നിറഞ്ഞാടി അവര് അവിടെ കളിച്ചാടി തിമർത്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, ക്ഷീണിച്ചവശരായി. പിന്നെ ഉറങ്ങുകയാണ്. അപ്പൊ കൂടുതൽ സമയം നമ്മൾ അവരുമായി മിങ്കിളാവാത്തത് കൊണ്ട് അതൊന്നും അറിയില്ല. അപ്പൊ ഈ 2 മാസക്കാലം നമ്മുടെ വീട്ടിൽ കിട്ടുമ്പോ പലപ്പോഴും പല മാതാപിതാക്കളും മക്കളെ ശപിക്കുന്നവരാവും. നീ കുരുത്തം കെട്ട് പോട്ടെ എന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. മക്കളാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ശപിക്കാതെ
അവരെ സ്നേഹിച്ച് ലാളനയോടുകൂടെ അവരുമായി നല്ല ഒരു മിംഗ്ലിംഗ് അത് ഉണ്ടാക്കിയെടുക്കാൻ ഈ അവധിക്കാലം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം തന്നെ സാമൂഹികമായ പ്രതിബദ്ധതയുള്ളവരാക്കി അവരെ മാറ്റി, സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റി. ഇന്ന് പലപ്പോഴും ഞാൻ എനിക്ക് എൻ്റേത് എന്ന ഒരു സങ്കുചിതമായ മനോഭാവത്തിലേക്കാണ് മനുഷ്യൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഈഗോയിലേക്കാണ്, എനിക്ക് എൻ്റേത് ഞാൻ എന്ന ഇടത്തേക്ക് നിന്ന് മാറ്റി ചിന്തിച്ച് അവരന് കൂടിയുള്ളതാണ് ഞാൻ സമ്പാദിക്കുന്നത് വരെ അവൻ എന്തൊക്കെ ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ വാപ്പ നല്ല സോഷ്യൽ മൈൻഡുള്ള ആളായിരിക്കും, മകനെ അതിന്റെ അടുത്തുകൂടെ പോയിട്ടുണ്ടാവില്ല. എന്താ കാരണം? വാപ്പ പകർന്നു കൊടുത്തില്ല എന്നതാണ്. സ്കില്ലുണ്ടായിട്ട് കാര്യമില്ല, പകർന്നു കൊടുക്കണം. അപ്പൊ നമ്മളെ മക്കളെ അതിന്റെ ഭാഗത്തേക്ക് ഒരു രോഗ ആതുരമായി കിടക്കുന്ന ഒരാളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ മകനെയും കൂട്ടണം. അങ്ങനെ നമ്മൾ വൃദ്ധസദനങ്ങളിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് അവരുടെ പ്രയാസങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ മകനെയും മകളെയും ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നിടത്തേക്ക് പറ്റുന്നവരെയൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ പലപ്പോഴും സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ വലിയ വലിയ ടൂറുകൾ സംഘടിപ്പിക്കാനാണ് പതിവ്. എന്നാൽ ആ ടൂറുകൾ നമ്മുടെ കുടുംബങ്ങളിലേക്കായി മാറും. കുടുംബങ്ങളുടെ വേരുകൾ അന്വേഷിച്ചുകൊണ്ട് എൻ്റെ കൊച്ചാപ്പ ഇതാണ്, എൻ്റെ ഉപ്പാടെ അനിയനിതാണ്, വാപ്പാന്റെ മൂത്താപ്പ ഏതാണ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ കൂടുതൽ അകന്ന ബന്ധങ്ങൾ ഉണ്ടാകും, വിദൂരങ്ങളിൽ ഉണ്ടാകും. അവിടെയൊക്കെ അവരുമായി ഒന്ന് സന്ദർശനം നടത്തി ആ കുടുംബ ബന്ധം സന്ദർശിക്കുന്നതിന്റെ മഹത്വമല്ല നമ്മൾ നേരത്തെ തന്നെ നിരവധി തവണ പറഞ്ഞതാണ്. ആ കുടുംബ ബന്ധങ്ങളെ അറിയാൻ നമ്മുടെ മക്കൾക്ക് നേരിട്ട് ഒരു ഫിസിക്കലി അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയാൽ അത് ടൂറുമായി കുടുംബ ബന്ധം ചേർക്കലുമായി അങ്ങനെ നമ്മൾ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കും. അതോടൊപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും മദ്രസയിൽ പഠിക്കുന്നവർ, ഈ മദ്രസയിൽ പഠിക്കാത്തവർ രാവിലെ തന്നെ വൈകി എഴുന്നേൽക്കും. ആ സിസ്റ്റം ഒഴിവാക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ പാപ്പയോടോ ഉമ്മയോടോ പറഞ്ഞെങ്കിലായി, ഞാനൊന്ന് പുറത്തു പോയി വരാമെന്നും പറഞ്ഞങ്ങ് പോയാൽ പിന്നെ വൈകിട്ട് തിരിച്ചു വരുന്ന ചില മക്കളുണ്ട്. അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ഫോണിന്റെ ലോകത്ത് നിന്ന് പലവിധങ്ങളായ ചതിക്കുഴികളും ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. അവരവര് ആരുമായാണ് കൂട്ടുകൂടുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യത. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ചിന്തിച്ച് കൂട്ടുകെട്ടുകൾ നിങ്ങൾ സ്ഥാപിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വളരെ ശ്രദ്ധയോടുകൂടെ ഈ ഒഴിവ് സമയങ്ങളിൽ അവർ ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നത്, എവിടൊക്കെയാണ് പോകുന്നത് എന്ന ഒരു വലിയ ശ്രദ്ധ നമുക്ക് നമ്മുടെ മക്കളുടെ പിറകെ വലിയ ഒരു ശ്രദ്ധയുടെ കണ്ണുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ പലപ്പോഴും വഴിതെറ്റിപ്പോകാൻ എന്നറിയാമല്ലോ. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുടെ കയ്യിൽ വരെ മയക്കുമരുന്നുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ അത്തരം ചതിക്കുഴികളിലൊക്കെ വീഴാതിരിക്കാനുള്ള വലിയ ശ്രമം നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കിട്ടുന്ന ഈ അവധിക്കാലം അതടിച്ചു പൊളിക്കാനും ആസ്വദിക്കാനുമല്ല, അത് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കി ക്രിയാത്മകമായി വിനിയോഗിച്ച് ആത്മീയവും ഭൗതികവുമായി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഓരോ രക്ഷിതാവും വളരെയധികം ശ്രദ്ധയോടുകൂടെ ഏറ്റെടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും